എന്റെ എക്സ്പീരിയൻസ് വെച്ച് തന്നെ പറയാം. ദുബായില് ജോബ് ഞങ്ങൾക്ക് 2 ഫേസിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ദുബായില് ജോബ് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് ഏതെല്ലാം അറിയാം. നിങ്ങൾക്ക് ദുബായിൽ ഒരു ജോബ് തേടി നടക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പണി എടുക്കുന്നില്ലെങ്കിലും നമ്മളിപ്പം ജോലി വേണമെങ്കിൽ നമ്മൾ കാര്യം അപ്ലൈ ചെയ്യേണ്ട പ്ലാറ്റ്ഫോം എന്നാണ്. മറ്റേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ, കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ വ്ളോഗിന്റെ വേറെ രീതിയിലുള്ള വേർഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ദുബായിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞ് വന്നാലോ അല്ലെങ്കിൽ പഠിക്കാതെ വന്നാലോ ജോബ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരുടെയും സംശയം. അപ്പൊ ആ സംശയങ്ങളെല്ലാം നമുക്കൊന്ന് തീർക്കണ്ടേ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ദുബായിയുടെ ലൈഫ് സ്റ്റൈലായിരുന്നു. എങ്ങനെയാണ് ജീവിതം, എങ്ങനെയാണ് അവസ്ഥ. എന്റെ എക്സ്പീരിയൻസ് വെച്ച് തന്നെ പറയാം. ദുബായിൽ ജോബ് ഞങ്ങൾക്ക് 2 ഫേസിലൂടെ ഞാൻ പോയിട്ടുണ്ട്. ദുബായില് ഒന്നാമത്തെ ഫേസ് എന്ന് വെച്ചാല് ജോബ് പെട്ടെന്ന് കിട്ടി, ജോബ് നോക്കലും ജോബ് കിട്ടലും ഒരുമിച്ചായിട്ട്. രണ്ടാമത്തെ ഫേസിലൂടെ ഞാൻ പോയത് ജോബ് പോയി അതിനുശേഷം 1 മാസം ജോബിന് വേണ്ടി ദുബായിൽ നിന്ന് തെണ്ടി നടന്നിട്ട് ജോബ് കിട്ടിയതുകൊണ്ട്. അപ്പം രണ്ടെന്ന് നമുക്ക് മനസ്സിലായ കാര്യം, നമ്മളെ കയ്യിൽ സ്കില്ലുണ്ടോ, നമ്മളെ സമയമായിട്ടുണ്ടെങ്കിലോ നമുക്ക് ജോലി കിട്ടും. അതല്ലാണ്ട് നമ്മൾ എത്ര തിരിഞ്ഞു നിന്നിട്ടും മാറി നിന്നിട്ടും തലകുതൽ നിന്നിട്ടും ഒരു കാര്യമില്ല. കാരണം അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. പലരും പറയും പഠിച്ചിട്ട് വന്നിട്ട് കാര്യമില്ല. പഠിച്ചിട്ടും കാര്യമുണ്ട്, പഠിക്കാണ്ടും കാര്യമുണ്ട്. 2 രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ടീമുണ്ട്. ഒരു വെച്ചാല് അവർക്ക് സെയിൽസ് സ്കില്ല, അത് സെയിൽസ് പഠിച്ചുകൊണ്ടാ, അതവരുടെ ജീവിതം കൊണ്ട് പഠിച്ചുകൊണ്ടാ. എല്ലാണ്ടൊന്നും പഠിക്കാണ്ടൊന്നും ഒരു സംഗതി ഇവിടെ നടക്കൂല. എല്ലാത്തിനും ഒരു പഠിപ്പാ. എഡ്യൂക്കേഷൻ മാത്രമല്ല, നമ്മളെ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമല്ല, എല്ലാവരും പഠിക്കേണ്ട പല പാഠങ്ങൾ നമ്മൾ പഠിക്കും. ജീവിതം എന്ന് പറയുന്നൊരു പാഠം, അത് പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാലില്ലേ, അത് പഠിച്ചു തുടങ്ങിയാലില്ലേ, പിന്നെ നമ്മളെല്ലാം രക്ഷപ്പെടും. അങ്ങനെയാണ് ഈ സക്സസ്ഫുൾ പീപ്പിൾസ് എല്ലാം വന്നത്. നമ്മളെ MA യൂസഫ് അലിയിലാണെങ്കിലോ അവരെല്ലോ ഒരു ടൈമിന് നല്ല കഷ്ടപ്പെട്ട ടീമാണ്. വാർ സമയത്തെല്ലാം നമ്മളവരുടെ ചരിത്രം നോക്കിയാൽ തന്നെ വാർ സമയത്ത്, യുദ്ധ സമയത്തെല്ലാം പിടിച്ചു നിന്നുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടതാ. അതേപോലെ കഷ്ടപ്പെടാനും ചങ്കറപ്പോടെ നിൽക്കാനും നേരിടാനും എല്ലാം നിൽക്കുന്നതാണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടും. എല്ലാണ്ട് കഷ്ടപ്പെടുവാൻ പറ്റൂല, ജോലി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കൂല. തൊഴിലാളികൾ, പിന്നെ ഒരു കമന്റ് കഴിഞ്ഞ വീഡിയോ വന്നു വെച്ചാൽ തൊഴിലാളികളാണ് ബ്രോ, നമുക്കൊന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല, പഠിച്ചിട്ട് വെറുതെ സർട്ടിഫിക്കറ്റും കൊല്ലങ്ങളും പോകാം. ബ്രോ, നമ്മളെല്ലാവരും ലൈഫ് ഒരേപോലെ താരതമ്യപ്പെടുത്തരുത്. ബ്രോന്റെ ടൈം ആയിട്ടില്ല, അതുകൊണ്ടാണ് ബ്രോന് അത് ആവാത്തത്. എന്റെ കുക്കിംഗ് എല്ലാം കണ്ട ചിരി വരും, അതൊന്നും പറഞ്ഞ കാര്യമില്ല. പക്ഷെ അത് വിഷയം അതല്ലല്ലോ. ബ്രോന്റെ ലൈഫിന്റെ സമയമായിട്ടില്ല, അങ്ങനെയെല്ലാം പറയും. ഇപ്പൊ ഒന്നേ പറയാനുള്ളൂ, ജോബ് എന്ന് പറയുന്ന സംഭവം നമ്മളെ സമയമാകുമ്പോൾ നമ്മളെ തേടി വരും. നമ്മൾ കഷ്ടപ്പെടുകയും വേണം. അല്ലാണ്ട് നമ്മളിപ്പോ എത്ര കഷ്ടപ്പെട്ടാലും ജോലി കിട്ടൂല. നമുക്കൊരു സമയമുണ്ട്, നമ്മൾ എഫേർട്ട് എടുത്തതിന്, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നതിന്, പണ്ട് പ്രാർത്ഥിച്ചതിന് ഇന്ന് കിട്ടുന്നത്. അപ്പൊ ഇപ്പം പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടും. അത് ചിലപ്പം പെട്ടെന്ന് കിട്ടും, ലേറ്റ് ആയിട്ടും കിട്ടും. അതാണ് ലൈഫ്. അല്ലാതെ നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയാൽ അതിന് ലൈഫ് എന്ന് പറയൂല. അതിനെ വിശ്വസിക്കേണ്ട, നമ്മൾ അന്നേരം വിജയിക്കുമ്പോൾ അതിലെന്താ നമുക്കൊരു സുഖമുള്ളത്, അതിലെന്താ രസമുള്ളത്? ഒരു രസം ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ പണിയെടുക്കുക തന്നെ ചെയ്യണം. ജോബ് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് ഏതെല്ലാം അറിയാം. നിങ്ങൾക്ക് ദുബായിൽ ഒരു ജോബ് തേടി നടക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പണി എടുക്കുന്നില്ലെങ്കിലും നമ്മളിപ്പം ജോലി വേണമെങ്കിൽ നമ്മൾ കാര്യം അപ്ലൈ ചെയ്യേണ്ട പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാല് ലിങ്ക്ഡിന്, ഇൻഡീഡ്, നോക്കറി ഗൾഫ് ടാലന്റ്, ദുബായ് കരിയേഴ്സ് എന്ന് പറയുന്ന പല വെബ്സൈറ്റും പേജുകളും ഉണ്ടാവും. അതിലെല്ലാം കാര്യമായിട്ട് അപ്ലൈ ചെയ്യാം. എന്നാ നമുക്ക് എന്ത് ചെയ്യും, സമയമാകുമ്പോൾ നമുക്ക് വിളി വരും. ചില ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സിനുണ്ട്, കുറെ സമയത്ത് വിളിയൊന്നും വരാണ്ട് ഒരു ടൈം കഴിഞ്ഞേരം വിളി വന്ന്. അതേപോലെയാണ് നമ്മൾ സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെതായ കോളും കാര്യങ്ങളെങ്കിൽ വരും. മനസ്സിലാക്കിയാ നല്ലത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം പോവുക. എല്ലാവരും സ്വിച്ചിട്ടാ കത്തുന്ന വെള്ളു പോലെ ജീവിതമായാല് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൈത്തമ്പിൽ എത്തിയാലില്ലേ, അതിനെന്താ രസമുള്ള, അതിനെന്തൊരു സുഖമുള്ള? ഒരു സുഖമില്ല. മെയിൻ ലൈഫ് എന്ന് പറയുകയില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ.
ചെറിയൊരു സമയം എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും പറഞ്ഞ്. അപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനി സ്കൈ വ്യൂ റിയൽ എസ്റ്റേറ്റ് ആണ്. ഇതൊക്കെ ടോപ്പ് നമ്പർ 1 നമ്പർ 2 പല ഡെവലപ്പേഴ്സിൻ്റെ അണ്ടറുള്ള കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ 1.5 വർഷത്തെ എക്സ്പീരിയൻസ് അതിൻ്റെ ഉണ്ട്. അപ്പം ഈ എക്സ്പീരിയൻസ് കൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ഫ്രീലാൻസിങ് എടുത്തിട്ട് സോഷ്യൽ മീഡിയ പെർമിറ്റ് എടുത്തിട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക.